ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞ കിച്ചൻ ടീം ഒടുവിൽ നൂറയുടെ കാലെ പിടിക്കുന്ന രീതിയിലേക്ക് വരെ എത്തി. കാരണം പറഞ്ഞത് കൈവിട്ടുപോയി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പോയിരുന്നു. ഇന്നലെ നടന്ന സംഭവമാണ്. ഇന്നലെ ഈ പറയുന്ന കിച്ചൻ ടീമായിട്ടുള്ള അക്ബർ, ആര്യനും നെവിനും ഇവർ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൂറയോടാണ് ഏറ്റവും കൂടുതൽ ഇത് കാണിക്കുന്നത്. കാരണം നൂറയാണ് ഈ ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ നൂറയോട് വന്ന് പറയുന്നു ക്ലീൻ ചെയ്യണമെന്ന്. നൂറ പറഞ്ഞു ഞാൻ പിന്നെ ക്ലീൻ ചെയ്തോളാമെന്ന്. പറ്റത്തില്ല, ഇപ്പോഴേ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. നൂറ പറഞ്ഞു നാളെ ഞാൻ ക്ലീൻ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. നാളെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഇന്ന് ഫുഡില്ല എന്ന രീതിയിൽ പറയുകയും നൂറ പറഞ്ഞു നിങ്ങളുടെ ഫുഡ് എനിക്ക് വേണ്ട എന്ന രീതിയിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഇവർ തന്നെ പെട്ടുപോയി. കാരണം ഒരാളുടെ ഫുഡ് നിഷേധിക്കുന്ന വിഷയത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും ഈ പറയുന്ന നൂറയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് മറുത്തു പറയാനായിട്ട് ഇവരുടെ കയ്യിൽ ഒന്നുമില്ലാതെയായി മാറി. അതുപോലെ വായ അടപ്പിച്ച് കളഞ്ഞു ഇന്നലെ. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ അനീഷും ഈ പറയുന്ന നൂറയും ആദിലയുടെയും കൂടെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇവരുടെ ഫുഡ് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കുന്നില്ല എന്ന് അനീഷ് പറയുകയും പിന്നെ ഉള്ള ഫ്രൂട്ട്സൊക്കെ തിന്ന് അവർ കിടക്കുകയുമായിരുന്നു. എന്തുമായാലും ഈ പറയുന്ന ഈ ഗ്യാങ് ഉണ്ടല്ലോ, ഈ ഗുണ്ടാ നേതാക്കന്മാർ, ഇവരുടെ വിളയാട്ടം ഇച്ചിരി അധികമാണ്. ഇതിൽ ആലേട്ടൻ ചോദ്യം ചെയ്യുക തന്നെ വേണം. ഒരാളുടെ ഫുഡ് നിഷേധിക്കുക എന്ന് പറയുന്നത് അതിൽ പരം വേറൊരു ഇതില്ല. അത് ചെയ്യാൻ ഇവർ പാടില്ലായിരുന്നു. ജോലിയും ഫുഡും തമ്മിൽ എന്തൊരു ഇതാണ്. അത് ബിഗ് ബോസ് കൊടുക്കുന്നതാണ് ഫുഡ്. അതിനെ തടഞ്ഞു വെക്കാൻ ഇവർക്ക് എന്ത് അധികാരമാണ്? ഒടുവിൽ പെട്ടുപോയി. ആര്യനൊക്കെ അങ്ങ് പെട്ടുപോയി. ഹ്യൂമാനിറ്റി പറഞ്ഞുകൊണ്ടിരുന്നവനൊക്കെ ഒടുവിൽ പെട്ട് അവൻ പറയുകയാണ് കഴിക്കാം, അവിടെ വെച്ചിട്ടുണ്ട്, എടുത്ത് പോയി കഴിക്കുന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 3 പേരും ഇന്നലെ ഫുഡ് കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഷാനവാസ് ഇതിൻ്റെ അകത്ത് ഇടപെട്ട് പറയുന്നുണ്ട് നീ എന്താ പറയുന്നതെന്ന് വല്ല നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെയാണ് ഈ പറയുന്ന ആര്യനോട് പറയുന്നത്. ആര്യൻ ഒരു കാര്യവും ഇല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ അവൻ പറയുന്നതിൽ ഒരു വ്യക്തത പോലും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നലെ നടന്നത്. ഇന്നലെ വലിയ വഴക്ക് തന്നെയായിരുന്നു നമ്മൾ കാണാനായിട്ട് സാധിച്ചത് ലൈവിൽ. ഇനി ഇതൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.